അസ്സലാമു അലൈക്കും. മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടിമയായാണ് ജനിക്കുന്നത്. അള്ളാഹുവിനെ അടിമപ്പെടുകയും ആദർശത്തിലും കർമ്മത്തിലും അവൻ്റെ ആജ്ഞകൾക്ക് മാത്രം കീഴ്പ്പെടുകയും ചെയ്യുന്നതിൽ നിന്ന് ഒരിക്കലും അവന് സ്വതന്ത്രനാകാൻ നിവൃത്തിയില്ല. ജീവിതത്തിലെ എല്ലാ തുറകളിലും അനുനിമിഷം അവന് വീക്ഷിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ പൊരുത്തവും സംതൃപ്തിയും എന്തിലാണെന്നും അവൻ്റെ അനിഷ്ടവും കോപവും ഏതിലാണെന്നുമാകുന്നു. അനന്തരം അള്ളാഹു തൃപ്തിപ്പെടുന്ന ഭാഗത്തേക്ക് മാത്രം പോവുകയും അവന് അനിഷ്ടമായ ഭാഗങ്ങളിൽ നിന്ന് അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷ നേടും പ്രകാരം രക്ഷ നേടുകയും ചെയ്യേണ്ടതാകുന്നു. ചുരുക്കത്തിൽ ഇഹലോക ജീവിതത്തിൽ അനുനിമിഷം അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാത്രം ചലിക്കുകയും അവന് ഇഷ്ടമില്ലാത്ത മാർഗങ്ങളെ പാടെ ഉപേക്ഷിക്കുകയും ആവശ്യമാണ്. മനുഷ്യൻ്റെ ജീവിതം മുഴുവനും ഈ നിലയിൽ പരിശുദ്ധമായി തീരുമ്പോൾ മാത്രമേ അവൻ തൻ്റെ സാക്ഷാൽ നാഥനുള്ള അടിമവൃത്തി ശരിക്കും നിർവഹിച്ചുവെന്നും അവൻ്റെ ജന്മോദ്ദേശം യഥാവിധി പൂർത്തിയാക്കിയെന്നും കരുതുവാൻ നിവൃത്തിയുള്ളൂ. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നീ കർമ്മങ്ങളെ നമ്മുടെ മേൽ നിർബന്ധമാക്കിയതിൻ്റെ സാക്ഷാൽ ഉദ്ദേശം അനുനിമിഷം വേണ്ടിവരുന്ന ആ മഹത്തായ ഇബാദത്തിനായി നമ്മെ സന്നദ്ധരാക്കുക എന്നതാണ്. ജീവിതത്തെ മുഴുവനും അള്ളാഹുവിനുള്ള ഇബാദത്താക്കി തീർക്കുവാൻ, അവനു മാത്രം അടിമപ്പെട്ട് ജീവിതം നയിക്കുവാൻ മനുഷ്യനെ പരിശീലിപ്പിച്ച് സന്നദ്ധനാക്കുക എന്നതാണ് അവ കൊണ്ടുള്ള യഥാർത്ഥ ഉദ്ദേശം. അള്ളാഹു കൊല്ലം തോറും ഒരു മാസം മുഴുവൻ മുസ്ലിങ്ങളെ ഈ രീതിയിൽ പരിശീലിപ്പിക്കുന്നത് വഴി അവരുടെ വിശ്വാസത്തിന് മാറ്റ് കൂടി വരികയും ചെയ്യുന്നു. ഈ പരിശീലനത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയഭക്തി നിമിത്തം പാപങ്ങളെ വർജിക്കുവാനും അവൻ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണെന്ന് ഗ്രഹിച്ച് ഒളിവിൽ പോലും അവൻ്റെ നിയമങ്ങളെ അതിലംഘിക്കുന്നതിൽ നിന്ന് സ്വയം രക്ഷ പ്രാപിക്കുവാനും യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ നന്മയ്ക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയും പ്രതിഫലം അനുഭവിക്കേണ്ടി വരുന്ന അന്ത്യദിവസത്തെ ഓർമ്മിക്കുവാനുള്ള സന്നദ്ധത നിങ്ങൾക്ക് പൂർവാധികം ഉണ്ടായിത്തീരുന്നതാണ്. അള്ളാഹു ഖുർആനിൽ അരുളി ചെയ്തിരിക്കുന്നു: യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വസിച്ച ജനങ്ങളെ, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും അത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതുവഴി നിങ്ങൾ മുത്തഖീങ്ങളായേക്കാം. നോമ്പ് അനുഷ്ഠിച്ചതോടെ പാപകർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഓരോ വ്യക്തിക്കും സങ്കോചം തോന്നിത്തുടങ്ങും. എന്തെങ്കിലും ഒരു സൽക്കർമ്മം പ്രവർത്തിക്കണമെന്നും വല്ല സാധുവിനും ആഹാരം കൊടുക്കണമെന്നും വസ്ത്രം ദാനം ചെയ്യണമെന്നും കഷ്ടതയിൽപ്പെട്ട് നരയിക്കുന്നവരെ വല്ല വിധേനയും സഹായിക്കണമെന്നും ഗുണകരമായ വല്ല പ്രവൃത്തിയും വല്ലയിടത്തും നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പങ്കുചേരണമെന്നും വല്ല സ്ഥലത്തും പരസ്യമായ ദുഷ്കർമ്മം നടമാടുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ പരിശ്രമിക്കണമെന്നുമുള്ള ആഗ്രഹം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തന്നെത്താൻ ഉത്ഭവിക്കുന്നതാണ്. ചുരുക്കത്തിൽ പരിസരമൊട്ടാകെ നന്മ, സൽക്കർമ്മം, അള്ളാഹുവിനോടുള്ള ഭയഭക്തി, പാപവർജനം എന്നിവയുടെ വിളനിലമായി മാറുന്നു. ഇപ്പോൾ പ്രഭാതം മുതൽ അസ്തമയം വരെ പട്ടിണി കിടക്കുന്നതിന് നോമ്പെന്ന് പേർ പറയുവാനും ഇത്രയും നിർവഹിച്ചാൽ അള്ളാഹുവിനുള്ള യഥാർത്ഥ ഇബാദത്ത് നിർവഹിച്ചുവെന്ന് ധരിക്കുവാനും തുടങ്ങിയിരിക്കുന്നു. വെറും ബാഹ്യമായ രൂപങ്ങളെ നിങ്ങൾ സാക്ഷാൽ ഇബാദത്തെന്ന് തെറ്റിദ്ധരിക്കുകയും എല്ലാ കർമ്മങ്ങളുടെയും ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ജീവനെ സംബന്ധിച്ച് അധിക പേരും തീരെ അശ്രദ്ധത കാണിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രസ്തുത കർമ്മങ്ങൾ അവയുടെ പൂർണ്ണഫലങ്ങൾ കാണിക്കുന്നില്ല. കാരണം ഇസ്ലാമിലെ ഓരോ സംഗതിയുടെയും ഫലം അള്ളാഹുവിനോടുള്ള ഭയഭക്തി, ഉദ്ദേശശുദ്ധി, സ്വബോധത്തോടും ഉദ്ദേശം ഗ്രഹിച്ചുകൊണ്ടുമുള്ള പ്രവൃത്തി എന്നിവയെ ആശ്രയിച്ചാണിരിക്കുന്നത്. ഒരു മാസം മുഴുവനും
നിങ്ങൾ കരസ്ഥമാക്കിയ പരിശീലനത്തെ ബാക്കിയുള്ള മാസങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. നമുക്കറിയാം, ഒരു 21 ദിവസം തുടർച്ചയായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ഹാബിറ്റായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു മാസം നമ്മൾ വളരെയധികം സാക്രിഫൈസ് ചെയ്ത് നമ്മുടെ ദേഹേച്ഛയെല്ലാം ഒതുക്കി ഹലാലായ കാര്യങ്ങൾ വരെ അനുഭവിക്കാതെ നമ്മൾ വിട്ട് നിന്ന സ്ഥിതിക്ക് നമുക്ക് എന്തുകൊണ്ട് റമളാന് ശേഷവും ആ പാറ്റേണിൽ വിത്തൗട്ട് എനി ഒരു ബ്രേക്ക് വരാതെ കണ്ടിന്യൂസ് ആയിട്ട് ആ കണ്ടിന്യൂഷനോടുകൂടി നമ്മൾ അച്ചീവ് ചെയ്ത ആ സ്വഭാവങ്ങൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശേഷിയുണ്ടാക്കി, നമ്മുടെ മനസ്സിന് ശക്തി ഉണ്ടാക്കി. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ലാസ്റ്റ് 10 ദിവസങ്ങളിൽ ഉറങ്ങാതെ നമസ്കരിക്കുന്നവരുണ്ടാകാം അല്ലേ? അങ്ങനെ ഉള്ളവർക്ക് ഉറക്കത്തിൽ നിന്ന് ഒന്ന് എണീറ്റ് 2 റക്അത്ത് നമസ്കരിക്കുന്നതൊക്കെ വളരെ ഈസി ആയിരിക്കും. വേണമെന്ന് വെച്ചാൽ നമുക്കത് എന്തായാലും സാധിക്കും. നേരെ മറിച്ച് നമ്മൾ റമളാൻ കഴിയുമ്പം പൂർവാധികം ശക്തിയോടുകൂടി പഴയതിനേക്കാളും ഇതായിട്ട് നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുന്നുണ്ട്. നമ്മുടെ മനസ്സിന് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും റിസൾട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷക ഗുണങ്ങളടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നു. അതുവഴി നമുക്ക് അതിൻ്റേതായ ഗുണങ്ങൾ നമ്മുടെ ബോഡിയിലുണ്ടാകുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിന്, നമ്മുടെ മൈൻഡിന് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉള്ള ഓരോ പരിശീലനങ്ങൾ നൽകുന്നത് വഴി അതും ശക്തിപ്പെടുത്താൻ സാധിക്കും. മനുഷ്യൻ നോമ്പിൻ്റെ ഉദ്ദേശം ശരിക്ക് ഗ്രഹിക്കുകയും ഹൃദയത്തിലും മസ്തിഷ്കത്തിലും പ്രവേശിച്ച് ആദർശ വിശ്വാസ കർമാദികളിൽ പ്രതിഫലിക്കുവാൻ അതിനവസരം നൽകുകയും ചെയ്യാതിരിക്കുന്ന കാലത്തോളം നോമ്പ് കൊണ്ടുള്ള ആത്മീയ ശക്തി ലഭിക്കുകയില്ല. അപ്പോൾ ഈ ഒരു ഈ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അത് ചെയ്തു കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. ആ ഒരു ഉദ്ദേശം നമുക്കില്ല, നമ്മൾ അതിനെക്കുറിച്ച് അവെയർ അല്ല എങ്കിൽ അതിൽ നിന്ന് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല. നമ്മുടെ ദേഹത്തെ വിശപ്പും ദാഹവും കൊണ്ട് കഷ്ടപ്പെടുത്തിയത് കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാവില്ല. മൻ സ്വാമ റമളാന ഈമാനൻ വ ഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആർ ഈമാനോടും ഇഹ്തിസാബോടും റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചുവോ അവൻ്റെ കഴിഞ്ഞുപോയ സകല പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. ഈമാൻ എന്നത് അള്ളാഹുവിനെക്കുറിച്ച് ഒരു മുസ്ലിമിനുണ്ടാവേണ്ട വിശ്വാസം നോമ്പുകാരൻ്റെ ഹൃദയത്തിൽ അടിയുറച്ചു കൊണ്ടിരിക്കുക എന്നതും, ഇഹ്തിസാബിൻ്റെ ഉദ്ദേശം തൻ്റെ വിശ്വാസത്തിന് എതിരായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയുവാനായി മനുഷ്യൻ എല്ലായ്പ്പോഴും തൻ്റെ ആദർശ വിശ്വാസങ്ങളെയും പ്രവർത്തനങ്ങളെയും സ്വയം പരിശോധിച്ചു കൊണ്ടിരിക്കുക എന്നുമാകുന്നു. ഈ 2 സംഗതികളോടുകൂടി റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്നവൻ തൻ്റെ കഴിഞ്ഞുപോയ സകല പാപങ്ങളെയും അള്ളാഹുവിനെ കൊണ്ട് മാപ്പ് ചെയ്യിക്കുമെന്നതിൽ ഒട്ടും സംശയത്തിന് അവകാശമില്ല. അത്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹ്. പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ചവൻ തീരെ പാപമില്ലാത്തവനെ പോലെയാകുന്നു. നോമ്പ് ഒരു പരിചയമാകുന്നു, അതായത് പിശാചിൻ്റെ എതിർപ്പിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരായുധമാകുന്നു. പിശാചിൻ്റെ ചതിപ്രയോഗങ്ങളിൽ നിന്നും അവൻ്റെ വൈവിധ്യമാർന്ന രൂപങ്ങളിൽ നിന്നും അവർക്കവൻ പ്രതിരോധം തീർത്തിരിക്കുന്നു. സ്വർഗത്തിന് റയ്യാൻ എന്നു പേരുള്ള ഒരു കവാടമുണ്ട്. വ്രതമനുഷ്ഠിച്ചവരല്ലാതെ അതിലൂടെ പ്രവേശിക്കുകയില്ല. നബി തിരുമേനി പറയുന്നു, നോമ്പുകാരന് 2 ആഹ്ലാദവേളകളുണ്ട്: നോമ്പ് തുറക്കുമ്പോഴും തൻ്റെ നാഥനെ കണ്ടുമുട്ടുമ്പോഴും. നോമ്പിൻ്റെ മർമ്മം സഹനമാണ്. അള്ളാഹുവിൻ്റെ ശത്രുവിനെ കീഴടക്കുന്ന ആരാധനയാണത്. പ്രയത്നം തുടങ്ങേണ്ടത് മനുഷ്യനാണ്. അള്ളാഹുവിൻ്റെ മാർഗദർശനത്തിലൂടെ പ്രതിഫലം അള്ളാഹു നൽകും.
ആഗ്രഹങ്ങളിലൂടെയാണ് പിശാച് മനുഷ്യ മനസ്സിലൂടെ പ്രയാണം ചെയ്യുന്നത്. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതിലൂടെ തൃഷ്ണകൾ ശക്തി പ്രാപിക്കുന്നു. അതുകൊണ്ടാണ് പിശാച് മനുഷ്യനിൽ രക്തം പ്രവഹിക്കുന്ന വിധം സഞ്ചരിക്കുന്നു. അതിൻ്റെ സഞ്ചാരപഥത്തെ വിശപ്പ് കൊണ്ട് ഇടുക്കമുള്ളതാക്കുക എന്ന് തിരുദൂതർ പറഞ്ഞത്. പിശാചിനെ കീഴടക്കുക, അവൻ്റെ യാത്രാപഥങ്ങൾ പ്രതിരോധിക്കുക, അവൻ്റെ സഞ്ചാര മേഖലകൾ കുടിസാക്കുക എന്നിവ വ്രതാനുഷ്ഠാനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അള്ളാഹു പറയുന്നു, ഒരു ജനം സ്വന്തം ഗുണങ്ങളെ സ്വയം പരിവർത്തിപ്പിക്കുന്നതുവരെ അള്ളാഹു അവരുടെ അവസ്ഥ പരിവർത്തിപ്പിക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാചുകൾ ആദം സന്തതികളുടെ ഹൃദയങ്ങളിൽ വട്ടമിട്ട് പറന്നിരുന്നില്ലെങ്കിൽ വാനലോക സാമ്രാജ്യങ്ങൾ അവർക്ക് നോക്കിക്കാണാൻ സാധിക്കുമായിരുന്നു. ഒരു നാട്ടിൽ മാസിപ്പിറവി കാണുകയും മറ്റൊന്നിൽ കാണാതിരിക്കുകയുമാണെങ്കിൽ രണ്ട് നാടുകളും തമ്മിലുള്ള അകലം 2 മർഹല, അതായത് 131 കിലോമീറ്ററിൽ കുറവുമാണെങ്കിൽ ഇരു നാട്ടിലും നോമ്പെടുക്കൽ നിർബന്ധം. 2 മർഹലയിൽ കൂടുതലാണെങ്കിൽ ഓരോ നാട്ടിൽ നിന്നും അതതിൻ്റെ വിധി അനുസരിച്ച് പ്രവർത്തിക്കാം. നിയ്യത്ത്. ഓരോ രാത്രിയിലും സുവ്യക്തവും സുനിശ്ചിതവും സുദൃഢവുമായ നിയ്യത്ത് ചെയ്യേണ്ടതാണ്. ഒരു സ്ത്രീ ഋതുമതിയായിരിക്കെ നോമ്പിന് നിയ്യത്ത് ചെയ്യുകയും പിന്നീട് പ്രഭാതത്തിനു മുമ്പ് ശുദ്ധിയാവുകയും ചെയ്താൽ അവളുടെ നോമ്പ് സ്വീകാര്യമാണ്. പ്രയാസങ്ങളില്ലെങ്കിൽ യാത്രയിൽ നോമ്പനുഷ്ഠിക്കുന്നതാണ് ഉത്തമം. റമദാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ജാബിർ അനസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നു, 5 കാര്യങ്ങൾ നോമ്പ് മുറിച്ചു കളയുന്നതാണ്: നുണ പറയൽ, പരദൂഷണം, ഏഷണി, കള്ളസത്യം ചെയ്യൽ, കാമാവേശത്തോടെയുള്ള നോട്ടം. വ്യർത്ഥ സംസാരം, നുണ പറയൽ, പരദൂഷണം, ഏഷണി, മ്ലേച്ഛമായ വർത്തമാനം, പരുഷമായ വാക്കുകൾ, തർക്കം, ഊഹാപോഹം എന്നിവയിൽ നിന്നെല്ലാം നാവിനെ നിയന്ത്രിക്കുകയും മൗനം പാലിക്കുകയും നാവിനെ ഖുർആൻ പാരായണത്തിലും ദൈവസ്തോത്ര ഉച്ചാരണത്തിലും നിരതമാക്കുകയും ചെയ്യുക. ഇതാണ് നാവിൻ്റെ വ്രതാനുഷ്ഠാനം. നിഷിദ്ധ കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് കാതുകളെ തടയുക. പറയൽ നിഷിദ്ധമായതെല്ലാം കേൾക്കുന്നതും നിഷിദ്ധമാണ്. പരദൂഷണം പറയുന്നതും അത് കേൾക്കുന്നതും കുറ്റകൃത്യത്തിൽ ഒരുപോലെ പങ്കാളികളാണ്. നബി തിരുമേനി പറയുകയുണ്ടായി, വയർ നിറഞ്ഞ് കവിയുന്ന വിധം നോമ്പ് തുറക്കുന്ന നേരത്ത് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. ആഹാരം ഉപദ്രവകാരിയാകുന്നത് അതിൻ്റെ അളവ് അധികമാകുമ്പോഴാണ്. വിശപ്പും ഇന്ദ്രിയ നിഗ്രഹവും വഴി തഖ്വ കരസ്ഥമാക്കുവാൻ വേണ്ടി മനസ്സിനെ ശക്തിപ്പെടുത്തലാണ് നോമ്പിൻ്റെ ലക്ഷ്യം. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണം നൽകാതെ ആമാശയത്തെ കാലിയാക്കിയിടുകയും നോമ്പ് തുറക്കുമ്പോൾ രുചികരമായ വിവിധ ഇനം ഭക്ഷണങ്ങളാൽ വയർ നിറയുന്ന പക്ഷം പ്രസ്തുത ത്വരയും തൃഷ്ണയും പൂർവാധികം ശക്തി പ്രാപിക്കുകയും ചെയ്യും. വയറിനെ സാധാരണ നിലയിൽ വിടുകയാണെങ്കിൽ അടങ്ങിയിരിക്കുമായിരുന്ന തൃഷ്ണകൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുവാനും അതിടയാകും. നോമ്പല്ലാത്ത കാലങ്ങളിൽ രാത്രികാലത്ത് ഭക്ഷിക്കുന്നത് മാത്രം നോമ്പിൻ്റെ രാത്രിയിലും ഭക്ഷിക്കുകയാണ് വേണ്ടത്. ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിശപ്പ്, ദാഹം, ശക്തിക്ഷയം എന്നിവ അനുഭവപ്പെടാൻ വേണ്ടി കൂടുതൽ ഉറങ്ങാതിരിക്കുന്നത് നോമ്പിൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ്. അതുവഴി ഹൃദയം പരിശുദ്ധമായി തീരും. ഹൃദയവിശുദ്ധി കൈവരിക്കാൻ അത് പ്രയോജനപ്പെടും. രാത്രി നമസ്കാരവും പ്രാർത്ഥനകളും അനായാസം നിർവഹിക്കാൻ ആവശ്യമായ അല്പം ശാരീരിക ലാഘവത്വം അവശേഷിക്കുകയും ചെയ്യും. അങ്ങനെ ഹൃദയത്തിൽ ചുറ്റിപ്പറക്കാൻ പിശാചിന് അവസരം നിഷേധിക്കപ്പെടുകയും ആകാശലോകങ്ങളുടെ ആത്മാവിലേക്ക് പാറിപ്പറക്കാൻ ഹൃദയത്തിന് അവസരം ലഭിക്കുകയും ചെയ്യും. ആമാശയം കാലിയാക്കിയത് കൊണ്ട് മാത്രമാവുകയില്ല, ഒപ്പം ദൈവേതര സത്തകളിൽ നിന്ന് ഹൃദയം മുക്തമാവുകയും വേണം. ഒരിക്കൽ ഒരു സഹാബിയോട്, അങ്ങ് പടുവൃദ്ധനാണ്, നോമ്പ് അങ്ങയെ കൂടുതൽ ക്ഷീണിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സുദീർഘമായ ഒരു യാത്രയ്ക്ക് വേണ്ടി സജ്ജമാവുകയാണ്. ദൈവത്തിൻ്റെ ശിക്ഷ സഹിക്കുന്നതിലും ലഘുവാണല്ലോ ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ പേരിൽ സഹനം കൈക്കൊള്ളുന്നത്. നോമ്പിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ
സ്വഭാവങ്ങളിൽ ചിലത് സ്വായത്തമാക്കുക എന്നതാണ്. ഇച്ഛകളെ സാധ്യമായിടത്തോളം നിയന്ത്രിച്ച് നിർത്തുക എന്നതുമാണ്. മനുഷ്യൻ എത്ര കണ്ട് ഇച്ഛകൾക്ക് വിധേയനാകുന്നുവോ അത്ര കണ്ട് അവൻ തിരക്കുകളുടെ നിലവാരത്തിലേക്ക് താഴുകയും ചെയ്യുന്നു. എത്ര കണ്ട് സ്വന്തം വികാരേച്ഛകളെ അടിച്ചമർത്തുന്നുവോ അത്ര കണ്ട് കുലീനതയുടെ, അതായത് മാലാഖമാരുടെ ചക്രവാളത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. മലക്കുകൾ ദൈവസാമീപ്യം കരഗതമായവരാണ്. ഓരോ ആരാധനയ്ക്കും പ്രത്യക്ഷമായതും പരോക്ഷവുമായതും പുറംതോടും കാമ്പുണ്ട്. ഹൃദയശുദ്ധീകരണമാണ് അതിൻ്റെ ലക്ഷ്യമെന്ന വസ്തുതയും ചിന്തകളെ സർവേശ്വരനിൽ മാത്രം കേന്ദ്രീകരിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശമെന്നും മനസ്സിലാക്കുന്നതിലാണ് പൂർണ്ണത കൂടിയിരിക്കുന്നത്. റമദാനു ശേഷം സുന്നത്ത് നോമ്പെടുത്തും ഹൃദയശുദ്ധീകരണവും ഇച്ഛകൾക്ക് അടിമപ്പെടാതിരിക്കാനും പരിശീലനം തുടരണം. തുടർച്ചയായി നോമ്പെടുക്കാതിരിക്കുന്നത് ഹൃദയകാഠിന്യം കൂട്ടുമെന്നും മ്ലേച്ഛ സ്വഭാവങ്ങൾ പുനർജനിക്കുമെന്നും ഇച്ഛയുടെ കവാടം തുറക്കപ്പെടുമെന്നും പണ്ഡിതന്മാർ മനസ്സിലാക്കിയിരുന്നു. തുടർച്ചയായി 4 ദിവസത്തിലധികം നോമ്പൊഴിവാക്കുന്നത് പണ്ഡിതന്മാർ വെറുത്തിരുന്നു. അപ്പോൾ നോമ്പ് കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചതെന്നും ആ ഉദ്ദേശം നമ്മൾ കരസ്ഥമാക്കുകയും ചെയ്യേണ്ടതാണ്. നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും ഒരു ഭാരമാക്കി അള്ളാഹു നമുക്ക് തന്നിട്ടില്ല. വളരെ ചെറിയ ഒരു പരീക്ഷണം, വളരെ ചെറിയ ഒരു കാലഘട്ടം, വളരെ ചെറിയൊരു സമയമാണ് നമുക്ക് അള്ളാഹു ഈ പരീക്ഷണമായിട്ട് തന്നിരിക്കുന്നത്. അത് യഥാവിധം നമ്മൾ മനസ്സിലാക്കുക. ഈ ദുനിയാവ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലത്തേക്ക് ഉള്ളതാണെന്നും എന്നെന്നും നിലനിൽക്കുന്ന ആഖിറം, അതിൽ സ്വർഗ നരകത്തിലേക്കുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം, ഒരു പരീക്ഷണമാണ് ഇവിടെ ഉള്ളത്. അത് എന്ത് പ്രയാസം വന്നാലും അത് അള്ളാഹുവായിട്ട് തന്നെ റിലേറ്റ് ചെയ്തിട്ട് അള്ളാഹു നമുക്ക് തന്ന പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി അത് അള്ളാഹുവിനോട് അടുക്കാനുള്ള ഒരു മാർഗമാക്കി അതിനെ പരീക്ഷണത്തിനെ നമ്മളൊരു അനുഗ്രഹമാക്കി എടുത്ത് അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരായും നമ്മുടെ സമയത്തെ വേണ്ട വിധം ഉപയോഗിച്ചും അത് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യേണ്ട സമയമാണ് ഇത്. കാരണം എന്താ, മുമ്പ് നമുക്ക് ഇത്രയും സമയം കളയുന്ന ഒരു പരിപാടി നമുക്ക് ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടി വന്നാൽ ഒരു സിനിമ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ എത്ര മണിക്കൂറുകളാണ് ഈ മൊബൈൽ കയ്യിൽ വെച്ചിട്ട് നമ്മൾ വിരലും ഒരു മൊബൈലുമായിട്ട് ഇരുന്ന് എത്ര മണിക്കൂറുകൾ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും ഒരു യൂസും ഇല്ലാതെ തള്ളി നീക്കുന്നുണ്ട്. അതെന്തായാലും നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും ബോധവാനാകണം. അത് നമ്മൾ ഇത് ഓരോ കാര്യത്തിനും ഓരോ തോട്ടിട്ട് കൊടുക്കുന്ന പോലെ നമ്മളെ വീണ്ടും വീണ്ടും അത് ഓർമ്മപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് വിട്ട് നിൽക്കാൻ നമ്മൾ എന്തായാലും ശ്രമിക്കണം. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നഷ്ടകാരിൽ പെട്ടുപോകും. നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത അസുഖമുള്ള സമയത്ത് നമുക്ക് സമയം കിട്ടിയിട്ടും കാര്യമില്ല. ചില സമയത്ത് നമ്മൾ തിരക്കുള്ള സമയത്തേക്ക് പെട്ടുപോകും. അപ്പോൾ നമുക്ക് ഫ്രീ ടൈമും ഉണ്ടാവില്ല. ഫ്രീ ടൈം ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാനും സാധിക്കുന്നത്. അതുകൊണ്ട് അത് രണ്ടും വേണ്ട രീതിയിൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ.